ദിശ അക്കാഡമിയുടെ RRB ALPയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, റെയിൽവേ എക്സാമുകൾ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാണ് 2024. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും റെയിൽവേയുടെ RRB ALP ടെക്നീഷ്യൻ, NTPC, ഗ്രൂപ്പ് ഡി പോലെയുള്ള എക്സാമുകളുടെ എല്ലാം എന്നാണ് ഡേറ്റ് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടി. RRB JEE മുതലുള്ള എല്ലാ എക്സാമുകളുടെയും. അപ്പോൾ ഈ എക്സാമുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ദിശ അക്കാഡമി കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നത്. കൂടാതെ RRB ALP ടെക്നീഷ്യൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദ്രോണ ബാച്ചുകൾ RRB ALP ടെക്നീഷ്യൻ ക്ലാസ്സുകളായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പഠിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പിലൂടെ വളരെ കൃത്യമായി ഓഫ്ലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് സാധിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ് അക്കാഡമികളിൽ വന്ന് ഡയറക്റ്റായിട്ട് ഓഫ്ലൈനിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. RRB ALPയുടെ റീസണിങ്ങിൻ്റെ സിലബസാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. RRB ALP എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ഇതൊരു ടെക്നിക്കൽ പരീക്ഷയാണോ എന്നൊരു തോന്നലുണ്ട്. കാരണം ഇതിനകത്ത് ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആളുകൾക്കാണിത് എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടെക്നിക്കൽ പരീക്ഷയാണോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഒരു സംശയം വേണ്ട, ഇതിനകത്ത് ടെക്നിക്കലിൻ്റെ പാർട്ട് വരുന്നുണ്ടെങ്കിലും വളരെ ചെറിയ ബേസിക്സ് ഓഫ് നമ്മുടെ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ കൃത്യമായും പഠിക്കേണ്ടത് മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെയിൽവേയുടെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി ചെയ്തിട്ടുള്ള അക്കാഡമി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ALP ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ജോലി കരസ്ഥമാക്കി എന്ന അഭിമാനത്തോടു കൂടി ഞാൻ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ്. എന്താണ് റീസണിങ്ങിൻ്റെ ടോപ്പിക്ക്? ആസ് യൂഷ്വൽ നമ്മുടെ SSC എക്സാംസ് ഒക്കെ എഴുതുന്നതിനുള്ള റെയിൽവേയുടെ നോർമൽ എക്സാംസ് എഴുതുമ്പോൾ നമ്മൾ കാണുന്ന അനലോഗി, ക്ലാസിഫിക്കേഷൻ, കോഡിങ്, സീരീസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ഡയറക്ഷൻ സെൻസ്, സില്ലോജിസം, വെൻ ഡയഗ്രം, ബ്ലഡ് റിലേഷൻ, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് സിമിലാരിറ്റി, ആർഗ്യുമെൻ്റ് അസംഷൻ, ഫിഗർ കംപ്ലീഷൻ, കൗണ്ടിങ് ഫിഗേഴ്സ്, നോൺ വെർബൽ റീസണിങ്. എടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെ അല്ലേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി SSC RRB എക്സാമുകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന റീസണിങ് എന്ന് പറയുന്നത്? എത്രയോ ക്ലാസ്സുകൾ ഈ ടോപ്പിക്കിൻ്റെ എല്ലാം ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട്. ശരത് സാർ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഷിജോ സാർ എടുത്തിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾ നമ്മുടെ ചാനലിൽ ഇതേ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ ഈ ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓർമ്മിപ്പിക്കുവാണ്. ആദ്യമായി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1300ഓളം വീഡിയോസ് കേരളത്തിലെ വേറൊരു അക്കാഡമിക്കും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ അത്രയും കണ്ടന്റ് ഓഫ് ക്ലാസ്സസ് കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് SSC റെയിൽവേ എക്സാമുകളെ ബേസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അനലോഗി ഞാൻ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അനലോഗീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനലോഗീസ് മീൻസ് സിമിലാരിറ്റീസ് എന്ന് പറയും. സിമിലാരിറ്റി എന്താണ്? സിമിലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് സിമിലാരിറ്റീസ് കണ്ടുപിടിക്കാം. ഈ അനലോഗീസിനെ തന്നെ 3 ടൈപ്പുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വേർഡുകളുടെ അനലോഗിയാണ്, വേർഡുകളുടെ അനലോജിയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ആൽഫബറ്റ്സിൻ്റെ അനലോജിയാണ്. ആൻഡ് ദ തേർഡ് വൺ വേർഡിൻ്റെ അനലോജിയാണ്. നമ്പറിൻ്റെ അനലോജിയാണ്. നമ്പേഴ്സിൻ്റെ അനലോജിയാണ്. ഇങ്ങനെ 3 ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അനലോഗി എന്ന് പറഞ്ഞാൽ എന്താ? സിമിലറായിട്ടുള്ള ടേമുകളെ കണ്ടുപിടിക്കുക, സിമിലറായിട്ടുള്ള റിലേഷനുള്ള ആൽഫബറ്റുകളെ കണ്ടുപിടിക്കുക, സിമിലറായിട്ടുള്ള റിലേഷനുള്ള നമ്പറുകളെ കണ്ടുപിടിക്കുക. മനസ്സിലായ മക്കളെ? അപ്പോൾ ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള, സിമിലറായിട്ടുള്ള റിലേഷൻസിനെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ റിലേഷൻസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? വേർഡുകൾ കൊണ്ട് നമുക്ക് റിലേഷൻസ് ഉണ്ടാക്കാം, ആൽഫബറ്റുകൾ കൊണ്ട് നമുക്ക് റിലേഷൻസ് ഉണ്ടാക്കാം, നമ്പറുകൾ കൊണ്ട് നമുക്ക് റിലേഷൻസ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഏതാനും ചില ക്വസ്റ്റ്യങ്ങൾ ലാസ്റ്റ് നടന്ന ALP പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം വേർഡുകളുടെ അനലോഗിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. എന്താണ്? വേർഡ്സ് കൊണ്ടുള്ള അനലോഗി. നിങ്ങൾ നോക്കൂ, ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു വേർഡ് ഇവിടെ തന്നു, അതിൻ്റെ ഒപ്പം റിലേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്ന ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിട്ട് ഇവിടെ ആര് വരും എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മണിയുണ്ട്, റുപ്പീസ് ഉണ്ട്, ഡോളർ ഉണ്ട്, പൗണ്ട് ഉണ്ട്. എന്താണ് ട്രാൻസ്പോർട്ട് ഗുഡ്സ്?
എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്തിനെ? ഗുഡ്സിനെ. അപ്പോൾ ബാങ്ക് ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ആരെ ട്രാൻസ്ഫർ ചെയ്യുന്നു? ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട്. ബാങ്ക് അപ്പോൾ എന്താണ് ബാങ്ക്? ഒന്ന് ചിന്തിച്ചു നോക്കേ. ബാങ്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബാങ്ക് റിലേറ്റഡ് അപ്പം മണി ആയിരിക്കത്തില്ലേ? ശരിയല്ലേ? മണിയല്ലേ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. മണി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിന് ഉത്തരം പറയാം. ഇവിടെ ഓരോ രാജ്യത്തിൻ്റെ കറൻസികളാണ്. ഡോളർ, പൗണ്ട്, റുപ്പീസ്, ഇതൊക്കെ ഓരോ രാജ്യത്തിൻ്റെ കറൻസികളാണ്. ബട്ട് ഇൻ ദ സെൻസ് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ബാങ്ക് എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? മണി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അത് പല രാജ്യത്തിൻ്റെ ആവാം, പല കൺട്രിയുടെ ആവാം. അപ്പോൾ ഇവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? മണിയാണ്. സംഭവം കത്തിയല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾ പറയൂ, സംക്രാന്തി എന്ന് പറയുന്നൊരു ഫെസ്റ്റിവൽ തന്നിരിക്കുന്നു. ഒരു സ്റ്റേറ്റും തന്നിട്ടുണ്ട്, ആന്ധ്രാപ്രദേശ്. ഇതേപോലെ ഏതെങ്കിലും സ്റ്റേറ്റും അവയുടെ ഫെസ്റ്റിവൽസ്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഫെസ്റ്റിവൽസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? കഥക് ഉത്തർപ്രദേശ്, ക്രിസ്മസ് ക്രിസ്ത്യൻസ്, ബാംഗ്ര പഞ്ചാബ്, ഓണം കേരള. ഇവിടെ ഇപ്പം നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം ഉണ്ടായതുകൊണ്ട് മലയാളികളായ നമുക്ക് യാതൊരു തർക്കവുമില്ല. ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എന്താണ്? ഒരു ഫെസ്റ്റിവലാണ്. സോ സിംപിളി ഇവിടെ തന്നിരിക്കുന്ന ഫെസ്റ്റിവൽ റിലേഷൻ വെച്ചിട്ട്, സിമിലാരിറ്റി വെച്ചിട്ട് നമ്മളിത് ടിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞ കത്തിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗൂസ് എന്നൊരു വേർഡ് തന്നു, അതിനുശേഷം ഗീസ് തന്നു. സിംഗുലറും പ്ലൂറലും അല്ലേ അവിടെ തന്നേക്കുന്നത്? സോക്സ് സോക്ക്, ഷർട്ട്സ് ഷർട്ട്, ജാക്കറ്റ് ജാക്കറ്റ് തന്നെ, പാൻറ് പാൻസ്. അപ്പോൾ ഇതിലേത് വരും? ഓപ്ഷൻ ഡി വരും. കാരണം എന്താണ്? ഇവിടെ ഒരു സിംഗുലർ തന്നു, അതിൻ്റെ പ്ലൂറൽ ഇവിടെ തന്നിരിക്കുന്നു. സോ ഇവിടെ എന്താണ്? പാൻറ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, പാൻസ് എന്ന് പറയുമ്പോൾ എന്തായി മാറും? പ്ലൂറലിലേക്ക് മാറും. അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചിലപ്പോൾ ഓപ്പോസിറ്റായിട്ട് വരുന്ന വേർഡുകളായിരിക്കും തരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് വേർഡും അവയുടെ മീനിങ്ങും അറിയാവുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ചൂസ് ദ കറക്റ്റ് അനലോഗസ് വേർഡ് പെയർ ഫ്രം ദി ഗിവൺ ആണ്. കാർപ്പൻറ്റർ, ഹാമർ. എന്താ മക്കളെ? കാർപ്പൻറ്റർ ഹാമറുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? ക്രെയിൻ, ബിൽഡർ, ബിൽഡേഴ്സിന് ക്രെയിൻ വേണം. കമ്പ്യൂട്ടർ, റൈറ്റർ, ആക്സ്, ലോഗർ, പ്ലംബർ, റഞ്ച്. ഇതല്ലേ പ്ലംബറിന് പണിയാൻ എന്ത് വേണം? റഞ്ച് വേണം. കാർപ്പൻറ്ററിന് ഹാർമർ പോലെ പ്ലംബറിന് റഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ വേർഡുകളുടെ റിലേഷൻ കണ്ടെത്തി അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് സഞ്ചരിക്കുക. എന്താണ് ഇവിടെ തന്നിരിക്കുന്ന സിമിലാരിറ്റി എന്ന് മനസ്സിലാക്കി ഓപ്ഷനകത്ത് ഏതാണ് ഇതുമായി സിമിലറായിട്ട് നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? വേർഡ് അനലോഗി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിത് പറയുമ്പം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വേർഡുകളുടെ മീനിങ് അറിയാവുന്നവർക്ക്, അത്യാവശ്യം വൊക്കാബുലറി ഉള്ളവർക്ക് വേർഡ് അനലോഗി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാം, സിമിലാരിറ്റി കണ്ടെത്താൻ സാധിക്കും. അതിന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. തന്നിരിക്കുന്ന വാക്കുകളുടെ മീനിങ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ കാർപ്പൻറ്ററും ഹാമറും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കാർപ്പൻറ്ററിൻ്റെ ഒരു മെയിൻ പണിയായുധമാണ് എന്തെന്ന് പറയുന്നത്? ഹാമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓപ്ഷനിൽ ഏത് തന്നിരിക്കുന്നു എന്നുള്ളത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കപ്പെടാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇത് എന്താണ്? സെലക്ട് ദ മിസ്സിംഗ് ടൈം ഫ്രം ദ റിലേറ്റഡ് പെയർ ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, BEAK എന്ന് പറയുന്ന വേർഡിനെ EIFQ എന്ന് മാറ്റിയിരിക്കുന്നു. മക്കളെ കണ്ടോ? അങ്ങനെയാണെങ്കിൽ SAIL എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ മാറ്റാം? BEI എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നത്? 1, 2, 3ൻ്റെ വ്യത്യാസം അല്ലടാ. EII എന്ന് പറയുമ്പോഴോ 1, 2, 3, 4ൻ്റെ വ്യത്യാസം. അപ്പോൾ എന്താ? 26 ആൽഫബറ്റുകളും അവയുടെ എന്താ തന്നിരിക്കുന്നത്? പൊസിഷൻ വാല്യൂസ്, സ്ഥാനവിലകളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബിക്ക് പകരം ഇ ഉപയോഗിച്ച്, ബിക്ക് പകരം ഇവിടെ എന്ത് വന്നു? ഇ വന്നു. ബിക്ക് പകരം ഇ എങ്ങനെ വന്നു? 1, 2, 3 സ്ഥാനത്തിൻ്റെ വ്യത്യാസം വരുത്തിയാണ് ഇ എഴുതിയിരിക്കുന്നത്. ഇയിൽ നിന്ന് എങ്ങനെ ഐ വന്നേക്കുന്നത്? 1, 2, 3, 4 സ്ഥാനത്തിന് വരും. എയിൽ നിന്ന് എഫ് വന്നു. പറഞ്ഞ മക്കളെ, എയിൽ നിന്ന് എഫ് 1, 2, 3, 4, 5 സ്ഥാനം. അപ്പം 3, 4, 5. അപ്പോൾ ഇവിടെ നിങ്ങൾ പറ, ഇവിടെ 3ൻ്റെ വ്യത്യാസം വരുത്തി എഴുതണം, ഇവിടെ 4ൻ്റെ വ്യത്യാസം വരുത്തി എഴുതണം, ഇവിടെ 5 എഴുതണം, ഇവിടെ 6 എഴുതണം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഉത്തരം പെട്ടെന്ന് പറഞ്ഞ്. എസ്സിൽ നിന്ന് 3 എന്ത് വരും? 1, 2, 3 എന്ത് വന്നു? വി വന്നു. എയിൽ നിന്ന് 4 1, 2, 3, 4 ഇ. ഓക്കെ,
ഐയിൽ നിന്ന് 5 1 2 3 4 5 എൻ, എല്ലിൽ നിന്ന് 6 1 2 3 4 5 6 VENR എന്ന് പറയുന്ന ഒരു ഉത്തരം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? എന്താണ് ഇവിടുത്തെ വേർഡിനെ ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്ന ഒരു സിമിലാരിറ്റി വെച്ചാണ്. ആ സിമിലാരിറ്റി എന്താണ്? 3 4 5 6 എന്നുള്ള സിമിലാരിറ്റിയാണ്. ആ സിമിലാരിറ്റി കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് ഇത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറ. VMR എങ്ങനെ മാറി? ZIS എന്ന് മാറി. AKT എങ്ങനെ മാറി? V എന്താണ്? V ഞാൻ അപ്പുറത്തോട്ടൊന്ന് മാറ്റാം. പറഞ്ഞേ. വിയിൽ നിന്ന് 1 2 3 4 Z വരണമെങ്കിൽ, വിയിൽ നിന്ന് Z വരണമെങ്കിൽ 1 2 3 4. ഇനി എമ്മിൽ നിന്ന് ഐ വരണമെങ്കിലോ പറ. എമ്മിൽ നിന്ന് ഐ വരണമെങ്കിൽ 1 2 3 ബാക്കിലോട്ടാണ് അല്ലേ? എന്താണ് ബാക്കിലോട്ട് വരുന്നത്? 1 2 3 4 -4. അടുത്ത എന്താ വരേണ്ടത്? 6S. അപ്പോൾ +1. അപ്പോൾ എന്താ ഇവിടുത്തെ കണ്ടീഷൻ? പറഞ്ഞേ. ഇവിടെ +4 വന്നു, ഇവിടെ -4 വന്നു, ഇവിടെ എന്ത് വന്നു? 6S +1. അപ്പോൾ ഇവിടുത്തെ കോമ്പിനേഷൻ എന്താണ്? ഇവിടെ 4ൻ്റെ വ്യത്യാസം വരണം, ഇവിടെ -4ൻ്റെ വ്യത്യാസം വരണം, ഇവിടെ എന്തിൻ്റെ വ്യത്യാസം വരണം? +1ൻ്റെ വ്യത്യാസം വരണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം. എയിൽ നിന്ന് A B C D E. E അല്ലേ? ഈ വെച്ച് തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്. കെയിൽ നിന്ന് -4. കെയിൽ നിന്ന് -4 വരുമ്പോൾ A B C D F G H I I J K G A B C D F G H I J K. അപ്പോൾ എന്താണ് വരേണ്ടത്? G അല്ലേ? കെയിൽ നിന്ന് -4, ടിയിൽ നിന്ന് +2, PQRS TU. അപ്പോൾ എന്താണ്? EGU. എന്താണ് ഉത്തരം? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. മനസ്സിലായോ? സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. പ്ലേസ് വാല്യൂവിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനകത്തും എന്താ വന്നേ? ഒന്ന് പറഞ്ഞ്. ഈ 2 ക്വസ്റ്റ്യൻസിനകത്തും വന്നിരിക്കുന്നത് എന്താണ്? റിലേഷൻ കണ്ടെത്തിയിരിക്കുന്നത് പ്ലേസ് വാല്യൂസിനകത്ത് ഇൻക്രിമെൻറ്റ്. ഇവിടെ 3 4 5ൻ്റെ ഇൻക്രിമെൻറ്റ് കൊടുത്തു. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 4 -4 +1. അതായത് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ റിലേഷൻ കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? പറഞ്ഞ മക്കളെ, പ്ലേസ് വാല്യൂസിനകത്ത് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും കൊടുത്താണ് ഇവിടെ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? റിലേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? കോഡുകൾ ഉണ്ടാക്കാൻ നമുക്ക് പ്ലേസ് വാല്യൂസിനകത്ത്, അതായത് ഇവിടുത്തെ അതേ ലെറ്റേഴ്സ് അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലല്ലോ, ഇപ്പോൾ ഇവിടുത്തെ അതേ ലെറ്റേഴ്സ് അല്ല ഇവിടെ വരേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ഇൻക്രിമെൻ്റ് എന്ന് നോക്കിയപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. അത് വെച്ച് ഇത് എഴുതി. ഇവിടെയും അതുപോലെ തന്നെയാണ്. VMR എന്ന് പറഞ്ഞാൽ അതേ ലെറ്റേഴ്സ് അല്ലല്ലോ ഇവിടെ വന്നേക്കുന്നത്. വിയിൽ നിന്ന് Z, എമ്മിൽ നിന്ന് I, ആറിൽ നിന്ന് S. സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ഉത്തരം മനസ്സിലാക്കി. ഒരിടത്ത് 4ൻ്റെ വ്യത്യാസം വന്നു, ഒരിടത്ത് 4ൻ്റെ വ്യത്യാസം വന്നു, ഒരിടത്ത് -4ൻ്റെ വ്യത്യാസം വന്നു, +1ൻ്റെ. അപ്പോൾ ആ സെയിം പരിപാടി ഇവിടെയും കീപ്പ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. വളരെ സിമ്പിളാണ്, കമ്പാരിറ്റീവ്ലി ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്നേ. എന്താണ്? രാമ എന്ന് പറയുന്ന വേർഡ് മാറ്റി എഴുതിയിരിക്കുന്നത് MAR എന്നാണ്. ഇവിടുത്തെ അതേ ലെറ്റേഴ്സ് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ ഒരു ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും അല്ല വന്നേക്കുന്നത്, മറിച്ച് എന്താണ് വന്നിരിക്കുന്നത്? ഒരു അറേഞ്ച്മെൻറ്റാണ് വന്നേക്കുന്നത്. ആണ്ട് M ഇങ്ങോട്ട് മാറി, R ഇങ്ങോട്ട് മാറി, A ഇങ്ങോട്ട് മാറി, A ഇങ്ങോട്ട് മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീത്തയും നമുക്ക് എങ്ങനെ എഴുതാം? പറ. T ഇങ്ങോട്ട് വരണം, I ഇങ്ങോട്ട് വരണം, S ഇങ്ങോട്ട് വരണം, A ഇങ്ങോട്ടും വരണം. അപ്പോൾ എന്താ വരണ്ടേ? TISA. നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ D4 ഈസ് ദ റൈറ്റ് ആൻസർ. സംഭവം കത്തിയോ നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇവിടെ എന്തല്ല, ഒരു ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും അല്ല, മറിച്ച് എന്താ? അറേഞ്ച്മെൻറ്റിലൂടെ കോഡുകൾ ഉണ്ടാക്കി. അപ്പോൾ അറേഞ്ച്മെൻറ്റിലൂടെ സിമിലാരിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് സിമിലറായിട്ടുള്ള കോഡ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ആൽഫബറ്റ് അനലോഗി മനസ്സിലാക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന എന്തിലാണ്? ആൽഫബറ്റുകളുടെ അനലോഗിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതിനു മുമ്പ് ചെയ്ത 2 ക്വസ്റ്റ്യനും ആൽഫബറ്റ്സിൻ്റെ അനലോഗിയാണ്. ഇനി പറഞ്ഞോ. ഇത് വളരെ സിമ്പിളായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു A B C D E A B C D E F G H I J K L M N O P Q R S
ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. ഇതെല്ലാവർക്കും അറിയാം. 1 2 3 4 ഇവിടെ വരെ വന്നിരിക്കും 13 14 മുതൽ എന്തുവരെ 26 വരെ. നോക്കൂ മക്കളെ, ബി ഐ, ബിയിൽ നിന്ന് ഐ എന്ന് പറയുമ്പോൾ എത്ര വരും? 1 2 3 4 5 6 7ൻ്റെ വ്യത്യാസം. ബി ഇ കെ എന്തായി? ഐ എം ആർ 7ൻ്റെ വ്യത്യാസം വന്നു. ഇ എം ഐ നോക്കി 1 2 3 4 5 6 എഫ് അല്ലേ, എഫ് 1 2 3 4 5 6 7 7ൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇതെല്ലാം 7ൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഡി ജി പി നിങ്ങൾ 7ൻ്റെ ഡിയിൽ നിന്ന് 7ൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ എന്ത് വരും? 1 2 3 4 5 6 7 കെ വെച്ച് തുടങ്ങണം. കെ വെച്ച് തുടങ്ങുന്ന പറഞ്ഞാൽ ജിയിൽ നിന്ന് 1 2 3 4 5 6 7 കെ എൻ വെച്ച് തുടങ്ങുന്നുണ്ട് എല്ലാം. ഇവിടുന്ന് 7, പിയിൽ നിന്ന് 7 പോയ 1 2 3 4 5 6 7 കെ എൻ ഡബ്ല്യു ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എല്ലാം 7ൻ്റെ വ്യത്യാസമായിരുന്നു. ഇവിടെ നിന്ന് 7ൻ്റെ വ്യത്യാസം, പ്ലേസ് വാല്യൂ 7ൻ്റെ വ്യത്യാസം എടുത്താൽ ഈ കോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഡി ജി പിയിൽ നിന്ന് 7ൻ്റെ വ്യത്യാസം എടുക്കുമ്പോഴാണ് നമുക്ക് കെ എൻ ഡബ്ല്യു എന്ന് പറയുന്ന കോഡ് കിട്ടുന്നത്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ റീസണിങ്ങിലെ അനലോഗി എന്ന് പറയുന്ന പോർഷൻ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക, നോട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാ അടുത്തത് നോക്കി. ഇതാ ഇവിടെ ഞാൻ പെട്ടെന്നൊന്ന് എഴുതാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം. എം ആയപ്പോൾ 13 എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കൂ. ഇവിടെ എന്താ വന്നേക്കുന്നത്? എ ഇസഡ്. എയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെറ്റർ അല്ലേ ഇസഡ്. ബി വൈ, ബിക്ക് ഓപ്പോസിറ്റ് അല്ലേ. സിക്ക് ഓപ്പോസിറ്റ് അല്ലേ എക്സ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇനി എഴുതേണ്ടത്? ഡിയുടെ ഡബ്ല്യു, ഇയുടെ വി, ഡബ്ല്യു വി യു ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ലെറ്റർ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. വളരെ സിമ്പിളായിട്ട് കണ്ടു. അപ്പോൾ കോഡ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ മെത്തേഡുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻക്രിമെൻറ്റ് കൊടുക്കാം, ഡിക്രിമെൻറ്റ് കൊടുക്കാം, ഏതെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡുകൾ കൊടുക്കാം, ആൽഫബറ്റിൽ അറേഞ്ച്മെൻറ്റ് കൊടുക്കാം. ഇങ്ങനെ പല രീതിയിൽ ആൽഫബറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോഡുകൾ കണ്ടുപിടിക്കാം. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിഷ്പ്രയാസം ഇതിൻ്റെ ആൻസർ എത്താനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്തത് ഞാൻ പോകുന്നത് നമ്പറുകളുടെ അനലോഗിയാണ്. എന്താണ് നമ്പർ? നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ്. അപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് വേർഡുകൾ കാണിച്ചു തന്നു, രണ്ടാമതായിട്ട് ഞാൻ ആൽഫബറ്റുകൾ കാണിച്ചു തന്നു, മൂന്നാമതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന നമ്പറാണ്. എന്താണ്? 27 65. അങ്ങനെയാണെങ്കിൽ 64 അടുത്ത ഈ നമ്പർ. ഈ 67 25 എന്തെങ്കിലും ബന്ധമുണ്ടോ? 27 65. 27നെ നമുക്ക് പെട്ടെന്ന് 3ൻ്റെ ക്യൂബ് എന്ന് വിളിച്ചുകൂടാ മക്കളെ. ഇതിനെ നമുക്ക് 65നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? 4ൻ്റെ ക്യൂബ് 64 പ്ലസ് 1 എന്ന് വിളിച്ചുകൂടെ? ഓക്കെ, 64നെ നമുക്ക് 4ൻ്റെ ക്യൂബ് എന്ന് വിളിക്കാം. അപ്പോൾ അടുത്തയാണെങ്കിൽ 5ൻ്റെ ക്യൂബ് പ്ലസ് 1 എന്ന്. ഇവിടെ ഒരു സംഖ്യയുടെ ക്യൂബ്, തൊട്ടടുത്ത സംഖ്യയുടെ ക്യൂബ് പ്ലസ് 1. അപ്പോൾ ഇവിടെ ഒരു സംഖ്യയുടെ ക്യൂബ്, അടുത്ത സംഖ്യയുടെ ക്യൂബ് പ്ലസ് 1. 5ൻ്റെ ക്യൂബ് എത്ര? 125 പ്ലസ് 1 എത്ര? 126 എന്ന് പറഞ്ഞൊരു ഉത്തരം ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഒരു സംഖ്യയുടെ ക്യൂബും അടുത്തത് തന്നിരിക്കുന്നത് എന്താണ്? ആ സംഖ്യയുടെ ക്യൂബ് പ്ലസ് 1. അപ്പോൾ ക്യൂബുകളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താണ്? 4ൻ്റെ ക്യൂബ്. അപ്പം ഇവിടെ എന്താണ്? 5ൻ്റെ ക്യൂബ് പ്ലസ് 1. അത് നമ്മൾ ഓപ്ഷനിലുണ്ട്. അങ്ങനെയാണ് ഓപ്ഷൻ ഡി സെലക്ട് ചെയ്തത്. കത്തിയോ മക്കളെ? ഇതാ വലിയൊരു സംഖ്യ അടുത്ത് തന്നേക്കുന്നത് എന്താണ്? 1990 1394. അടുത്ത് വന്നിരിക്കുന്നതോ നമ്പർ അറിയത്തില്ല, 2017. നമുക്ക് 1990 1394 തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് നോക്കാം. 10ൽ നിന്ന് 4 പോയ 6, 8, 18ൽ നിന്ന് പോയ 9, പിന്നെ 8ൽ നിന്ന് 3 പോയ 5, 596 ഇവിടുത്തെ എന്ത് വന്നിരിക്കുന്നത്? ഡിഫറൻസ് വന്നിരിക്കുന്നത്. 596ൻ്റെ ഡിഫറൻസ് വന്നു. അപ്പോൾ 596ൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊന്ന് ചിന്തിച്ച്. 596 ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റുമോ? 596. അപ്പം ഞാൻ ഈ 2017ൻ്റെ കൂടെ 596 ഒന്ന് കൂട്ടി നോക്കാം. വരുന്ന വല്ല സംഖ്യ ഇവിടെ ഉണ്ടോ നോക്കാം. 6 1 12 1 13, 9 10 1 11,
6 2613 ഉണ്ടോ? ഉണ്ട് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ്? 2613 ആണ്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 596 ഇവിടെ 596 ഇവിടെയും 596 അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഓപ്ഷൻ. ഇപ്പോൾ വലിയ സംഖ്യയാണെന്നേ ഉള്ളൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആയ 596 സിമ്പിളായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. 158 ഇൻറ്റു 384 140 ഇൻറ്റു ഡാഷ് 158 354 158 ഇൻറ്റു ൻ്റെ ഇരട്ടി എടുത്താൽ ഇരട്ട് 16 2 10 1 11 2 3 316 3 മടങ്ങ് എടുത്താൽ 384 ക്രോസ് ചെയ്തു. 384 മൈനസ് 316 14 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 8 7 നിന്ന് 1 പോയാൽ 6 68 316 പ്ലസ് 68 നമുക്ക് എന്ത് കിട്ടും? 384 കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നോക്കാം. 180 ഇൻറ്റു 2 180 2 എന്ന് വെച്ചാൽ 280 പ്ലസ് 68 8 60 12 14 348 ഉണ്ടോ? ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 158 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 316. അതിൻ്റെ ഒപ്പം ഒരു 68 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 384 എന്ന് കിട്ടുന്നുണ്ട്. ഇതേ സെയിം പരിപാടി നമുക്ക് ഇവിടെയും പോസിബിളാണ്. 140നെ 2 കൊണ്ട് ഗുണിക്കുക. നമുക്ക് എത്ര കിട്ടുന്നത്? 280. അതിൻ്റെ ഒപ്പം 68 കൂടെ കൂട്ടി 348 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഒരേ പരിപാടിയാണ്. ഇൻറ്റു 2 പ്ലസ് 68. ഇവിടെ എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് 68 കൂട്ടുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കിട്ടി. സംഭവം മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1565 24 ഡാഷ്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. 15 എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? 4ൻ്റെ സ്ക്വയർ മൈനസ് 1. 65 എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? പറ. 4ൻ്റെ ക്യൂബ് പ്ലസ് 1 എന്ന് വരണം. കിട്ടിയോ? 24 എന്ന് കേട്ടാൽ 5ൻ്റെ സ്ക്വയർ മൈനസ് 1. അപ്പോൾ 5ൻ്റെ ക്യൂബ് പ്ലസ് 1 ആയിരിക്കണം അടുത്ത വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് വരണം? 125 പ്ലസ് 1 126 എന്ന് വരണം. ഓപ്ഷനുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സംഭവം കത്തിയോ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ സ്ക്വയർ മൈനസ് 1, ഇവിടെ ക്യൂബ് പ്ലസ് 1. സ്ക്വയർ മൈനസ് 1 ക്യൂബ് പ്ലസ് 1. സിമ്പിളായിട്ട് റിലേഷൻ കണ്ടെത്താൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ പറ. 21 36 21 36 13. എന്താ നമുക്ക് ഇതുണ്ട്? 21 36 എന്താ? 21ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 42. 13ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 26. ചെറിയ സംഖ്യകൾ കിടക്കുന്നത്. 42 എത്ര കുറവാണ്? 36ലേക്ക് -6 36 കിട്ടും. ഇവിടുന്ന് -6 എടുത്ത് നോക്കി 20 ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. എന്താണ് ഇവിടുത്തെ ലോജിക്ക്? ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ഇരട്ടി എടുത്തിട്ട് 6 കുറച്ചപ്പോൾ സെക്കൻഡ് നമ്പർ കിട്ടി. ഇവിടെയും അതുപോലെ ഫസ്റ്റ് നമ്പറിൻ്റെ ഇരട്ടി എടുത്തിട്ട് 6 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 20 കിട്ടി. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ്. അപ്പോൾ സിമിലാരിറ്റി, നമ്പറുകളുടെ സിമിലാരിറ്റി കമ്പാരിറ്റീവ്ലി ഇച്ചിരി ആലോചിക്കേണ്ടതും ഇച്ചിരി പണിയെടുക്കേണ്ടതുമാണ്. കാരണം എങ്ങനെ വേണമെങ്കിലും, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെ വേണമെങ്കിലും 68 കൂട്ടുന്നു, ഇരട്ടി എടുത്തിട്ട് 68 കൂട്ടുന്നു, ഇരട്ടി എടുത്തിട്ട് 6 കുറയ്ക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളിൽ. പിന്നെ ക്യൂബുകളുമായിട്ട് ബന്ധപ്പെട്ടത്, സ്ക്വയറുകളുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രൈം നമ്പറുമായിട്ട് ബന്ധപ്പെട്ടത് ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പം നമ്പർ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോകണം. അപ്പം ഞാൻ 3 ടൈപ്സാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. ഏത് പരിചയപ്പെടുത്തി? വേർഡുകൾ പരിചയപ്പെടുത്തി, പിന്നെന്ത് പരിചയപ്പെടുത്തി? ആൽഫബറ്റ് പരിചയപ്പെടുത്തി, പിന്നെ ഇത് പരിചയപ്പെടുത്തി? നമ്പർ പരിചയപ്പെടുത്തി. ഇപ്പോൾ ഈ 3 ടൈപ്പ് അനലോഗി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്തെന്ന് പറയാം? സിമിലാരിറ്റി. സിമിലറായിട്ടുള്ളതിനെ കണ്ടുപിടിക്കുക, റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറുകളെ കണ്ടുപിടിക്കുക, ആൽഫബറ്റുകളെ കണ്ടുപിടിക്കുക, വേർഡുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അനലോജി എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിന് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഏകദേശം 2 ക്വസ്റ്റ്യൻസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് അത് 3 ക്വസ്റ്റ്യൻസ് വരെ പോകാം. അതായത് 3 പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. എന്തായാലും 2 പാർട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പം നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്യാമ്പസുകൾ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ് പ്ലേസുകളുണ്ട്. അവിടുത്തെ കോൺടാക്ട് നമ്പേഴ്സാണ്.
ഓഫ്ലൈനിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ALP, RRB, JE പോലെയുള്ള കോഴ്സുകളുടെ എല്ലാം ക്ലാസ്സുകൾ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിൽ അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കാനായിട്ട് സാധിക്കും. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത്തരം എക്സാംസ് മസ്റ്റായിട്ടും എഴുതാൻ സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ആപ്പിലൂടെ പഠിക്കുകയാണെങ്കിൽ റെയിൽവേയുടെ ഫൗണ്ടേഷൻ്റെ 300 മണിക്കൂർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിനോടൊപ്പം RRB, ALP, JE കോഴ്സുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഡെമോ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, താങ്ക് യു. ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ചാനലിനെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.